ലക്ഷ്മി പ്രിയ 139, നാസർ ലത്തീഫ് 96, ഇൻവാലിഡ് വോട്ട്സ് 8. ജയൻ ആർ ആൻഡ് ലക്ഷ്മി പ്രിയ ഡിക്ലെയർ ഇലക്ടഡ് ആസ് വൈസ് പ്രസിഡന്റ്. അടുത്തത് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ 172, രവീന്ദ്രൻ 115, ഇൻവാലിഡ് വോട്ട്സ് 11. കുക്കു പരമേശ്വരൻ ഡിക്ലെയർ ഇലക്ടഡ് ആസ് ജനറൽ സെക്രട്ടറി. അടുത്തത് ട്രഷറർ അനൂപ് ചന്ദ്രൻ KR 108, ഉണ്ണി ശിവപാൽ 167, ഇൻവാലിഡ് വോട്ട്സ് 23. ഉണ്ണി ശിവപാൽ ഡിക്ലെയർ ഇലക്ടഡ് ആസ് ട്രഷറർ. അടുത്തത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വനിതാ സംവരണ സീറ്റുകളാണ്. അഞ്ജലി നായർ 219, ആശ അരവിന്ദ് 221, നീന കുറുപ്പ് 218, സജിത ബേട്ടി 145, സരയു മോഹൻ 224. ഞാൻ ഓർഡറിൽ എലക്ട് ചെയ്ത ആൾക്കാരെ വായിക്കാം. സരയു മോഹൻ, ആശ അരവിന്ദ്, അഞ്ജലി നായർ ആൻഡ് നീന കുറുപ്പ്. They are declared elected as executive committee lady reservation. അടുത്തത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജനറൽ ജോയ് മാത്യു 225, കൈലാഷ് 257, നന്ദു പൊതുവാൾ 165, ഡോക്ടർ റോണി ഡേവിഡ് രാജ് 213, സന്തോഷ് കീഴാറ്റൂർ 243, സിജോയ് വർഗീസ് 189, ടിനി ടോം 234, വിനു മോഹൻ 220, കൈലാഷ്, സന്തോഷ് കീഴാറ്റൂർ, ടിനി ടോം, ജോയ് മാത്യു, വിനു മോഹൻ, ഡോക്ടർ റോണി ഡേവിഡ് രാജ് and Sijoy Varghese. They are declared elected as Executive Committee General. Thank you. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെ ഹാർദമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ പത്രസമ്മേളനം ജോയിന്റ് സെക്രട്ടറി ഡിക്ലെയർഡ് എലക്ടഡ്. സർ ജോയിന്റ് സെക്രട്ടറി അൺഅപ്പോസ്ഡ് എലക്ടഡ് ആണ്. അതും കൂടെ ഒന്ന് സാർ അനൗൺസ് ചെയ്യണം പ്ലീസ്. ജോയിന്റ് സെക്രട്ടറി ഡിക്ലെയർഡ് അൺഅപ്പോസ്ഡ്. സോറി അത് ഇതിൽ ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ അൺഅപ്പോസ്ഡ്. ഓക്കെ, ഒരു സെന്റൻസ് കൂടെ പറഞ്ഞിട്ട് ഞാൻ വേദി പുതിയ ഭാരവാഹികൾക്കായി ഒഴിയാം. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം ഓർക്കേണ്ടത് ജയൻ അല്ല ദേവൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ്. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യേണ്ട കാര്യമില്ല, അവർ മത്സരിച്ച് ജയിച്ച് വരട്ടെ എന്ന വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോ ഇത് അടഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞത് ശ്വേതാ മേനോൻ അമ്മയുടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണ്. അതാണ് ആ സ്പിരിറ്റ്. ദേവന് ഒരു വലിയ കൈയടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുക. അതാണ് സ്പിരിറ്റ്. ഏറ്റവും നല്ല സ്പിരിറ്റ് കാണിച്ചിരിക്കുകയാണ്. വളരെ ഉദാത്തമായിട്ടുള്ള ചിന്തയാണ്. ഇപ്പോ നമ്മൾ സംവരണം വനിതകൾക്ക് വേണ്ടി നീക്കിവെക്കുന്നു, മാറ്റിവെക്കുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നത്. ഭാരവാഹികൾ എല്ലാവരും തന്നെ അഭിനന്ദിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ പ്രോസസ്സ് ഗംഭീരമായതിന്, ഉച്ചയ്ക്ക് ശേഷമുള്ള ഡിബേറ്റ് വളരെ സജീവമാക്കിയതിന് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുതിയ ടീമിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ അതിനൊക്കെ നമ്മൾ കൂടെ നിന്ന് അവർക്ക് വേണ്ട പിന്തുണ നൽകി അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കും എന്ന പ്രതിജ്ഞയോടെ ഭാരവാഹികളെ സത്യപ്രതിജ്ഞ